ഓം ഗുരുഭ്യോ നമ. ഗുരുനാഥ ഗണനാഥ ഭഗവതിയെ ഭോലേനാഥ്. മഹാഭഗവതിയുടെ അനുഗ്രഹത്താൽ, പ്രേമത്താൽ, കാരുണ്യത്താൽ നമ്മൾ 100 നാമം കഴിഞ്ഞ് 101ാമത്തെ നാമത്തിലേക്ക് കടക്കുകയാണ്. ഭഗവതിയുടെ അനുഗ്രഹം എന്തൊക്കെയാണ് ഭഗവതി നമുക്ക് പറഞ്ഞു തന്നത് ഈ 100 നാമത്തിലൂടെ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് ചുരുക്കി പറഞ്ഞാൽ, നമ്മളുടെ ഈ കഴിഞ്ഞ കാലഘട്ടത്തെ മുഴുവൻ നമ്മൾ ഒരു ഇരുണ്ട രാത്രിയായി കണക്കാക്കിയാൽ, ഒരു രാത്രി മുഴുവൻ ഞാൻ നിന്നെ തേടുകയായിരുന്നു പുറത്തേക്ക്, ഒരു ഇരുണ്ട രാത്രി മുഴുവൻ ഞാൻ നിന്നെ തേടുകയായിരുന്നു ഭഗവതി പുറത്തേക്ക്. ഞാൻ പുറത്തൊക്കെ സഞ്ചരിച്ചു, ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു. അവസാനം നേരം വെളുത്തപ്പോൾ, ഉദിച്ചപ്പോൾ, വെട്ടം ചെറുക വീണപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ ചുറ്റിത്തിരിഞ്ഞത് മുഴുവൻ എൻ്റെ വീടിനുള്ളിൽ തന്നെയായിരുന്നു എന്ന്. എൻ്റെ വീടിനുള്ളിൽ തന്നെയായിരുന്നു, എൻ്റെ ഈ ശരീരക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. അതാണ് ഭഗവതി 100 നാമത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്, അല്ലേ? തിരഞ്ഞത് മുഴുവൻ വെളിയിൽ, പക്ഷേ ഉണ്ടായിരുന്നതോ നമ്മുടെ ഈ വീടിനുള്ളിൽ. അങ്ങനെയുള്ള ഭഗവതി നമ്മുടെ ശരീരത്തിനുള്ളിൽ ചുറ്റിപ്പിണിഞ്ഞു കിടക്കുന്ന ഇടാ പിങ്കള എന്ന് പറയുന്ന 2 നാഡികൾക്കുള്ളിലുള്ള ആ സുഷുമ്നാ നാഡിയുടെ ആ താഴെ മൂലാധാര ചക്രത്തിൽ ഭഗവതി കുണ്ടലിനിയായി വസിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഭഗവതി തന്നെ പറഞ്ഞു തന്നു. ശരിയല്ലേ? ഭഗവതി തന്നെ പറഞ്ഞു തന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഭഗവതിയെ നമ്മൾ യോഗമാർഗത്തിലൂടെ എങ്ങനെ ഉണർത്തി നമ്മളുടെ ആനന്ദാവസ്ഥയിൽ, ശിവോഹം ആനന്ദോഹം, ആ ആനന്ദമായിട്ടുള്ള, ആ പരമാനന്ദമായിട്ടുള്ള അവസ്ഥയിൽ, ആനന്ദം എന്നുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കുറച്ച് നല്ല ആഹാരം കഴിക്കുമ്പോൾ നാക്കിന് മാത്രം ഒരു ആനന്ദം വരും, നാക്കിനെ രുചിപ്പിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ്, ചെറിയ ചെറിയ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ സ്വീകരിക്കുന്നത്. അല്ലാതെ ഒരു ആനന്ദമുണ്ട്, അതാണ് ബ്രഹ്മാനന്ദം, നിത്യമായ ആനന്ദം. അങ്ങനെയൊക്കെ ആനന്ദം വഴി നടക്കുമ്പോൾ കിളി പറന്നു എന്നൊക്കെ ചിലർ പറയും. പക്ഷേ ശ്രീരാമകൃഷ്ണ പരമഹംസൻ അദ്ദേഹം ഒരു ഭജന കേട്ടാൽ പോലും അദ്ദേഹം ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുമായിരുന്നു. പരമമായ ആനന്ദത്തിൽ, ശരീരബോധമില്ല. രമണ മഹർഷിയുടെ ശരീരത്തിൽ വ്രണമുണ്ടായ കഥ അറിയാമല്ലോ. ശരീരത്തിൽ ഒരു വ്രണമുണ്ടായി, ആ വ്രണത്തിലെ പുഴുക്കൾ ഇങ്ങനെ വന്ന് നുരച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വന്നിട്ട് അത് വൃത്തിയാക്കിയപ്പോൾ കുറേ പുഴുക്കൾ താഴെ വീണു. അദ്ദേഹം എടുത്ത് തിരിച്ചു വെച്ചു. അതുങ്ങളുടെ ആഹാരമല്ലേ, കഴിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ഒരു ആനന്ദ അവസ്ഥയിൽ ഇരിക്കുന്ന ആളിലേക്ക് ഉള്ള യാത്രയാണ് നമ്മളും ചെയ്യുന്നത്. നമ്മളുടെ കർമ്മദോഷ പാപഫലങ്ങളുടെ സഞ്ചി വലിയ ടിപ്പർ ലോറിയുടെ അത്ര ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ജന്മം എടുക്കേണ്ടി വരും എന്ന് മാത്രം. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം നമുക്ക് ഈ അവസ്ഥയിലേക്ക് വരാൻ. അങ്ങനെ ഒഴിവാക്കാനുള്ള എളുപ്പവഴി നമശിവായ ചൊല്ലും, അതേപോലെ ലളിതാ സഹസ്രനാമ ജപവും ഒക്കെ ആണെന്നുള്ള സൂത്രപ്പണികളും ഭഗവതി തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ യോഗമാർഗത്തിലൂടെ നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയെ എങ്ങനെ നമ്മൾ ഉണർത്തി നമ്മളുടെ കെട്ടുപാടുകളൊക്കെ ഒന്നും അറുത്ത് കളയാമെന്നാണ് നമ്മളിപ്പം ഭഗവതി തന്ന് അനുഗ്രഹിച്ച് പറഞ്ഞു തരുന്ന വഴികൾ. 101ാമത്തെ നാമത്തിലേക്ക് കടക്കുമ്പോൾ മണിപൂരാന്തരുദിത. നമ്മുടെ ശരീരത്തിൽ 6 ചക്രങ്ങളുണ്ട്. അതാ പിന്നെയും തുടങ്ങി. 6 ചക്രങ്ങളിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം കഴിഞ്ഞ് 3ാമത്തെ ചക്രമാണ് മണിപൂരക ചക്രം, സോളാർ പ്ലക്സസ് എന്ന് പറയും. മണിപൂരക ചക്രം. അപ്പോൾ ഈ പേരിൽ തന്നെ ഉണ്ട് മണിപൂരാന്തരുദിത, മണിപൂരക അന്തര ഉദിത. മണിപൂരക ചക്രത്തിനുള്ളിൽ, ഉള്ളിൽ ഉദിത, ഉദിച്ചവൾ. ആരാണ് ഉദിക്കുന്നത്? അത് സൂര്യൻ ഉദിക്കും, ചന്ദ്രൻ ഉദിക്കും, നക്ഷത്രങ്ങൾ ഉദിക്കും, പ്രകാശം ഉദിക്കും. അപ്പോൾ മണിപൂരക ചക്രത്തിൽ പ്രകാശമായി ഉണർന്നവളെ, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സൂര്യോദയം ഉണ്ടായപ്പോൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ തിരഞ്ഞത് മുഴുവൻ നമ്മുടെ വീടിനുള്ളിലായിരുന്നു എന്ന്, അല്ലേ? അതുപോലെ ഉദിച്ചുയർന്നപ്പോൾ ഭഗവതി ഈ മണിപൂരക ചക്രത്തിൽ ഉദിച്ചുയർന്നു. മണിപൂരക ചക്രം യോഗിമാര് 10 ദളങ്ങളുള്ള ഒരു താമരയായിട്ടാണ്, ഒരു പത്മമായിട്ടാണ് മണിപൂരക ചക്രത്തെ അവരുടെ ധ്യാനത്തിലൂടെ കണ്ടത്. നിറം ചുവപ്പായിരുന്നു. നമ്മുടെ ആ ചക്രത്തിൽ രം എന്നുള്ള അക്ഷര മന്ത്രമായിരുന്നു, അക്ഷര സ്പന്ദനമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. രം എന്നത് അഗ്നിതത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മണിപൂര ചക്രം അഗ്നിതത്വത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മണിപൂര ചക്രത്തിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പുക്കിളിന്, നാഭിക്ക് പുറകിലായിട്ടാണ്. അപ്പോൾ നമ്മുടെ വയറും ദഹനവും, അതുപോലെ തന്നെയുള്ള ആ ദഹന വ്യവസ്ഥ, അതേപോലെ ഇൻസുലിൻ, നമ്മുടെ ശരീരത്തിലെ ഇൻസുലിൻ വ്യവസ്ഥ ഒക്കെ ബന്ധപ്പെട്ടാണ് ഈ ചക്രത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്.
മനസ്സിലാക്കുക. നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഓരോ ചക്രത്തിലും ദേവതമാർ ഒരു ദേവത കുടിയിരിപ്പുണ്ട്. ആ ദേവതയ്ക്ക് കൃത്യമായിട്ടുള്ള നൈവേദ്യമുണ്ട്, നിവേദ്യം കൊടുക്കുന്നുണ്ട്. എന്തായിരിക്കും ശരീരത്തിന് കൊടുക്കുന്ന നിവേദ്യം? അത് ആഹാരമാണ്. അപ്പം ഒരു ചക്രത്തിന് കോട്ടം സംഭവിച്ചാൽ, പ്രവർത്തനത്തിന് കോട്ടം സംഭവിച്ചാലോ ഗുണം സംഭവിച്ചാലോ കൂടുതലായി പ്രവർത്തിച്ചാലോ ദോഷങ്ങളുണ്ടാകും. അപ്പം ബാലൻസ്ഡ് ആയിരിക്കണം, സന്തുലിതമായിരിക്കണം. അതേപോലെ ദേവതയ്ക്ക് ഇഷ്ടക്കേടുണ്ടായാൽ, ശരീരത്തിലെ ഓരോ ചക്രത്തിലെയും ദേവതയ്ക്ക് ഇഷ്ടക്കേടുണ്ടാകുമ്പോഴാണ് അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഭഗവതിയെ, ആ ചക്രത്തിലെ ദേവതയെ നമ്മൾ സന്തോഷിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ട നൈവേദ്യം കൊടുക്കണം. ആ നൈവേദ്യമാണ് നമ്മുടെ ആഹാരം. അപ്പോൾ ആഹാരം തന്നെ ഔഷധമാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ ഈ ലളിതാ സഹസ്രനാമം വായിച്ചപ്പോൾ മനസ്സിലായ സംഗതിയാണ്. അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ വിശദമായി മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മളിത് പഠിച്ചു പോകുന്ന സമയത്ത്. അങ്ങനെയുള്ള മണിപൂര ചക്രം നമ്മുടെ മാനസികാവസ്ഥയൊക്കെ നിയന്ത്രിക്കുന്ന ഒന്നാണ്. ദഹന വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന അഗ്നി എന്ന് പറയുന്നത് ദഹരാഗ്നി കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ വയറ്റിനുള്ളിൽ അഗ്നി കത്തുന്നുണ്ട്. ആ അഗ്നി കത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ആഹാരം ദഹിക്കുന്നത്. ആ അഗ്നി കത്തുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ചൂട് നിൽക്കുന്നത്. അപ്പം ദഹരാഗ്നി, അഗ്നിതത്വം, ദഹനാവസ്ഥയിലൊക്കെ കോട്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണമൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അതിനെ സൂചിപ്പിക്കുന്ന, പിന്നെ നമ്മുടെ സമ്പൽ സമൃദ്ധി, നമ്മളുടെ ധനപരമായ കാര്യങ്ങൾ, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ചക്രമാണ്. സന്തോഷം എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചക്രത്തിൽ ഭഗവതി കൂട്ടിയിരിക്കുകയാണ്. എന്തുകൊണ്ട് മണിപൂര ചക്രത്തിന് ആ പേര് വന്നു എന്നുള്ളത് നമ്മൾ സമയാചാര തൽപര എന്നുള്ളൊരു നാമത്തിൽ ചെറിയ നമ്മളൊരു ഹിന്റ് തന്നായിരുന്നു അല്ലേ. അപ്പോൾ അതൊന്ന് വിശദമാക്കാം. നമ്മൾ സമയാചാരത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കാൽ കഴുകി ചൂട്ടെന്ന് കേട്ടിട്ടുണ്ടോ? ഒരാചാരമാണ്. നമ്മുടെ വീട്ടിലെത്തുന്ന ഒരു അതിഥിയെ അല്ലെങ്കിൽ ഒരാളെ ക്ഷണിച്ചിട്ട് ഭഗവാനായി ഭഗവതിയായി നമ്മൾ വിചാരിച്ചിട്ട് വരുന്ന ആളിനെ വരുന്ന സമയത്ത് കാൽ കഴുകി ജലമൊക്കെ കൊടുത്ത് നമ്മൾ സ്നാനത്തിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സ്നാനമൊക്കെ നടത്തി വന്ന് മൃഷ്ടാന ഭോജനം കൊടുക്കും. അതിനുമുമ്പ് അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, മറ്റുള്ള ആഭരണങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ പൂജിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഏത് അതിഥി വന്നാലും നമ്മുടെ വീട്ടിൽ അല്ലേ, തിഥി നോക്കാതെ വരുന്ന ആളിനാണ് അതിഥി എന്ന് പറയുന്നത്. സമയവും കാലവും നോക്കത്തില്ല, കയറി വരും. നേരത്തെ വിളിച്ചറിയിച്ച് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടല്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനെ വരുന്ന അതിഥി, അവരെ ബഹുമാനിക്കുന്നത് അതിഥി ദേവോഭവ, ദേവനായി ചിന്തിച്ചുകൊണ്ട് അവരെ ആശീർവദിക്കുമ്പോൾ, അവരെ അവരെ ബഹുമാനിക്കുമ്പോൾ, ആ ബഹുമാനിച്ച് ചെയ്യുന്ന ആ ചടങ്ങ് കാൽ കഴുകി ചൂട്ട് എന്ന പേരിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും പലയിടത്തൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭഗവതിയെ 64 ഉപചാരങ്ങളിലൂടെ കാൽ കഴുകി ചൂട്ടുന്ന ഒരു ചടങ്ങ്, ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുണ്ട്, ഒരു പൂജയുണ്ട്. ശ്രീമദ് ഭഗവത് പാദർ, ശങ്കര ഭഗവത് പാദർ ശതസൃഷ്ടി ഉപചാര പൂജ സ്തോത്രം എന്ന് പറഞ്ഞൊരു സ്തോത്രം എഴുതിയിട്ടുണ്ട്. ആ സ്തോത്രത്തിൻ്റെ ലിങ്ക് അതൊരു യൂട്യൂബിൽ ചിലർ അത് പാടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പെൺകുട്ടി പാടിയ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിനോടുകൂടി ചേർക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. കഠിന സംസ്കൃതമാണ്, എന്നാലും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ കാര്യങ്ങൾ ചതുഷ്ടി ഉപചാരത്തിൽ 64 ഉപചാരങ്ങളിൽ ഭഗവതിയെ, കുണ്ടലിനി രൂപത്തിലിരിക്കുന്ന ഭഗവതിയെ നമ്മൾ വിളിച്ചുണർത്തി ഉയർത്തി മണിപൂരക ചക്രത്തിന് ഒരു കാര്യം കൂടെ, സൗരഖണ്ഡം തുടങ്ങിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ബ്രഹ്മഗന്ധിയൊക്കെ ഉൾപ്പെടുന്നത് ഒരു ഖണ്ഡത്തിലാണ്. ഇപ്പോൾ സൗരഖണ്ഡത്തിലേക്ക് കടക്കുകയാണ്. ആ സൗരഖണ്ഡത്തിലെ ഒന്നാമത്തെ മണിപൂരക ചക്രത്തിൽ ഭഗവതിയെ അവിടെ ഒരു രത്നസിംഹാസനത്തിൽ ആസനസ്ഥയാക്കുന്നു. എന്നിട്ട് 64 ഉപചാരങ്ങളിലെ 47 ഉപചാരങ്ങൾ ചെയ്യുകയാണ്. അതിൽ ഭഗവതിയെ കാൽ കഴുകി ചൂട്ടി സ്നാനം നടത്തി ഭഗവതിയെ ആ രത്നസിംഹാസനത്തിൽ, മണി എന്ന് പറഞ്ഞാൽ അർത്ഥം രത്നം എന്നാണ്, മണിസിംഹാസനത്തിലിരുത്തി, മണിമയ സിംഹാസനത്തിലിരുത്തി ഭഗവതിക്ക് രത്നമാല്യങ്ങളും ഒക്കെ അങ്ങോട്ട് കൊടുത്ത് അലങ്കരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ഭഗവതി അങ്ങനെ സന്തുഷ്ടയാകുകയാണ്, അതീവ സന്തുഷ്ടയാകുകയാണ്. അതുകൊണ്ടാണ് രത്നസിംഹാസനത്തിലിരുത്തി രത്നമാല്യങ്ങളാൽ ഭഗവതിയെ അലങ്കരിക്കുന്നത് കൊണ്ടാണ് ഈ ചക്രത്തിന് മണിപൂരക ചക്രം എന്ന് പേര് വന്നത്. സമയാചാരത്തിൽ ഉള്ള ഒരു ഭാഗം ഞാൻ വളരെ എനിക്കറിയാവുന്ന രീതിയിൽ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള, കേട്ടിട്ടുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. ഇതാണ് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള മണിപൂരക ചക്രത്തിൽ എത്തുന്ന സമയത്ത്, ആ മണിപൂരക ചക്രത്തിൽ ഭഗവതി എത്തുന്ന സമയത്ത് നമ്മളുടെ
നമ്മളുടെ ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും എല്ലാം പോവും, മാനസികമായിട്ടുള്ള വിഷമങ്ങളെല്ലാം പോവും, ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം മാറും, ദഹന സംബന്ധമായ പ്രശ്നങ്ങളെല്ലാം മാറും, നമുക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകും. ഭഗവതി അങ്ങ് അനുഗ്രഹിക്കും. അപ്പോൾ അവിടേക്ക് വരണമെങ്കിൽ ബ്രഹ്മഗന്ധി ഉൾപ്പെടെയുള്ള കെട്ടുകളൊക്കെ അഴിച്ചു കളയണം. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഭഗവതിയുടെ അനുഗ്രഹത്താൽ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഈ അറിവ് തന്നെയാണ് ഭഗവതിയുടെ അനുഗ്രഹം. നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മളുടെ ഭഗവതിയുടെ ആ ചിന്തകൾ, ഭഗവതിയെ മറച്ചു വച്ചിരിക്കുന്ന മായകളുടെ ആ മറവുകൾ, അത് ഭഗവതി തന്നെ നമ്മളെ കൊണ്ട് ഇല്ലാതാക്കും. അങ്ങനെ പ്രകാശം ഉദിക്കും. നമ്മൾ തേടിയ ആൾ നമ്മുടെ വീട്ടിലുണ്ട് എന്ന് മനസ്സിലാകും. ആ വീട്ടിലേക്ക് കയറി ചെന്ന് വെളിയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളെ, ചെവിയിലേക്ക് കൂർപ്പിച്ചു വെച്ചിരിക്കുന്ന കാതുകളെയൊക്കെ അടക്കി അകത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ആ രത്നസിംഹാസനത്തിൽ ഭഗവതി ഇരിപ്പുണ്ട്. നമുക്ക് കാണുവാൻ സാധിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി ശ്രമിക്കാം. നമസ്കാരം.